കമലേഷ്, ഈ പ്രതിപക്ഷം ഉയർത്തിയ കല്ലുകടി എന്നതിനപ്പുറത്തേക്ക് കേരളം ഒരു ചരിത്ര മുഹൂർത്തത്തിലെത്തി, ഒരു ചരിത്ര വിജയം നേടി, അതിദാരിദ്ര്യമുക്തമായി. അതിൻ്റെ പ്രഖ്യാപനം ഇന്ന് നിയമസഭയിൽ നടന്നു. സമഗ്ര വിവരങ്ങളിലേക്ക് പോയാൽ മലയാളിക്കും ലോകമെമ്പാടുമുള്ള ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത്. മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ കേരളപ്പിറവി എന്ന് പറയുന്നത് ഓരോ മലയാളിയും ആഹ്ലാദത്തോടെ ആഘോഷിക്കുന്ന ദിനമാണ്. പക്ഷേ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് അത് ഒരു പൊതുയുഗപ്പിറവിയാണ്. കേരളപ്പിറവി എന്നത് പൊതുയുഗപ്പിറവിയാണ് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഏതായാലും രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു പ്രദേശം അല്ലെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഒരു അതിദരിദ്ര മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു പരീക്ഷണശാലയാണ് കേരളം എല്ലായ്പ്പോഴും. നിലവിൽ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൂടി അതിദരിദ്ര മുക്ത സംസ്ഥാനമായി കേരളം മാറുമ്പോൾ അതും രാജ്യത്തിനൊരു മാതൃകയാവുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പെട്ടെന്നൊരു ദിവസം തീരുമാനിച്ച് അങ്ങ് നടത്തുന്ന ഒരു പ്രഖ്യാപനം എന്ന നിലയ്ക്കാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. പക്ഷേ ഇത് 2021 ഇടത് സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ അതിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കേരളത്തെ അതിദരിദ്ര മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും എന്ന ഒരു അല്ലെങ്കിൽ മാറ്റും എന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അന്ന് 2021 തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഇന്നൊരു പരിസമാപ്തി ഉണ്ടാകുന്നത്. അന്ന് ആ ഘട്ടത്തിൽ അതിന്റെ കണക്കുകൾ എടുക്കുന്ന സമയത്ത് ഏതാണ്ട് 1,03,099 വ്യക്തികളെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയത്. അതായത് 1032 തദ്ദേശ സ്ഥാപനങ്ങളിലായി 64,000 കുടുംബങ്ങളിൽ നിന്നാണ് ഇത്രയും ആളുകളെ കണ്ടെത്തിയത്. അവരെ പടിപടിയായി അവർക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും, അതായത് അതിൽ വീടില്ലാത്തവർ നിരവധിയായിരുന്നു, സ്വന്തമായി ഭൂമിയില്ലാത്തവർ, 3 നേരം ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ആളുകൾ, ജോലിയില്ലാത്ത ആളുകൾ, ആ നിലയിൽ അവരെ തരംതിരിച്ച് ഓരോരുത്തർക്കും ഏത് നിലയിലുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും ആ നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 28 ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ ഇവർക്ക് വേണ്ടി മാത്രം വിട്ടു നൽകിയിട്ടുള്ളത്. അതായത് ഇത്രയും ആളുകൾക്ക് ഭൂമിയില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകൾ, ജോലിയില്ലാത്ത ആളുകളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് ജോലി നൽകുന്ന സാഹചര്യം, 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു. അങ്ങനെ പടിപടിയായാണ് ഈ 1 ലക്ഷത്തിൽ പരം ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ മോചിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം നടക്കുമ്പോഴാണ് ഏറ്റവും അവസാനത്തെ ഒരു ആളെ കൂടി, ഒരു കുടുംബത്തെ കൂടി അതിദാരിദ്ര്യ മുക്തമാക്കി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് ആ മന്ത്രിസഭാ യോഗം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് സൈറ്റിലേക്ക് ആ കാര്യങ്ങൾ, ആ വിവരങ്ങൾ കൂടി, ആ അവസാനത്തെ ആൾ കൂടി അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു എന്ന കാര്യം വരികയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ചരിത്രപ്രധാനമായ ആ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അജിംഷാദ്.